കയറി വരുമ്പോൾ നേരെ കാണുന്ന വോൾ ഇതാണെങ്കിലും ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടീഷൻ വോളാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു കിടക്കാച്ച കിച്ചൺ തന്നെയാണ് കേട്ടോ ഇത്. നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും, നമ്മൾ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയൂലേ, എല്ലാം നമുക്ക് ഇതിലിങ്ങനെ സൂക്ഷിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റ് ആയിട്ടിരിക്കും. ഇവിടുന്ന് നമ്മൾ ചുറ്റുഭാഗത്തോട്ട് കാണാനും നല്ലൊരു വ്യൂ തന്നെ ഉണ്ട് കേട്ടോ. പ്ലസ് ഇവിടെ നമ്മൾ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ നമുക്ക് ഒന്നുകൂടെ എടുത്തുനിന്ന് കാണാം. അത് ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഹൈസം വ്ലോഗിന്റെ മറ്റൊരു മനോഹരമായ ഹോം ടൂർ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അതിമനോഹരമായിട്ട് നിർമ്മിച്ച ഒരു വീടാണ് കേട്ടോ. 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി വരുന്ന നമ്മുടെ ഒരു വീട് വന്നിട്ടേ മലപ്പുറം ജില്ലയിലെ തിരൂര് ആലത്തിയൂരുള്ള ആബിദ മുബഷിറ ദമ്പതികളുടെ വീടാണ് കേട്ടോ. വീടിന്റെ വിശേഷങ്ങളോട്ട് പോവുകയാണെങ്കിൽ ഇത് ചുറ്റുഭാഗത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ മുറ്റൊക്കെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 സെന്റ് സ്ഥലത്താണ് കേട്ടോ ഈ ഒരു വീട് നിൽക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സ്ലൈഡിംഗ് ആയിട്ടാണ് ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ നല്ല ഭംഗിയായിട്ട് കോമ്പൗണ്ട് വോള് സെറ്റ് ചെയ്തതായിട്ട് കാണാം. നമ്മൾ പൊതുവേ പ്ലെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ട് വോള് കൊടുത്തതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇടക്കായിട്ട് ഇതുപോലെ സ്ക്വയർ ആഡ് കൊടുത്തതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇനി ഈ ഭംഗിയെ ഒന്നുകൂടെ കൂട്ടുന്ന തരത്തിലാണെങ്കിലും ചുറ്റുഭാഗത്തായിട്ടും പ്ലാന്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ വീടിന്റെ എക്സ്റ്റീരിയർ ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിലോട്ട് പോകുന്നതിന് മുന്നായിട്ടേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ഹൈ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ കോമ്പൗണ്ട് വോളിൽ നിങ്ങൾ ശ്രദ്ധിച്ച പോലെ തന്നെ വീടും നല്ല ഭംഗിയായിട്ട് തന്നെ വൈറ്റ് ആൻഡ് ലൈറ്റ് ഗ്രേ കളർ തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോട്ടിയാടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കോട്ടിയാടിന്റെ ഭാഗത്തിന്റെ വലിയൊരു വോള് കൂടി വരുന്നുണ്ട് കേട്ടോ. അതിലായിട്ട് ഒരു സർക്കിൾ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ വോളിലും നമ്മുടെ കോട്ടിയാടിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് മൊത്തത്തിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അത് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. അതിൽ തന്നെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കോട്ടിയാടിന്റെ ഭാഗത്ത് ഇടക്കായിട്ട് ഇതുപോലെ ജാലി ബ്ലോക്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇനിയിപ്പോ അതിന്റെ വിശേഷങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് കാണാം കേട്ടോ. ഒപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ ഈ ഒരു പ്ലാന്റ്സ് കൂടി ഇവിടെ കൊടുത്തപ്പോൾ നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയറിന് അതൊരു പ്രത്യേക ഭംഗി തന്നെ കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ടും ഒത്തിരി ഭംഗിയിൽ ബാൽക്കണി ഒക്കെ സെറ്റ് ചെയ്തതായിട്ട് കാണാം. അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ടിന് മുകളിലായിട്ട് തന്നെ വരുന്ന ആ ഒരു ഭാഗത്ത് ഒരു കുഞ്ഞു റെയിലിംഗ് കൊടുത്തതായിട്ട് കാണുന്നില്ലേ? എപ്പോഴും സിറ്റ് ഔട്ടിന് മുകളിൽ ഇങ്ങനെ റെയിലിംഗ് കൊടുത്തത് ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോ എല്ലാവരും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ദെൻ ഓപ്പൺ ആയിട്ടാണ് ഇവിടെ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ആയിട്ട് വരുന്ന ഈ ഒരു സിറ്റ് ഔട്ടിന് 2 ഭാഗത്തുനിന്നും എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 വശത്തായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിലായിട്ടും സിറ്റ് ഔട്ടിലൊക്കെ ആയിട്ട് ഇറ്റാലിയൻ ടച്ചിൽ വരുന്ന മാർബിൾ ആണ് കേട്ടോ വരുന്നത്. 190x311 സൈസിലാണ് കേട്ടോ ഈ ഒരു സിറ്റ് ഔട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ നമ്മുടെ സിറ്റ് ഔട്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വശത്ത് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. പില്ലറിൽ സെയിം ടെക്സ്റ്റ് ഡിസൈൻ ആണ് കാണാൻ സാധിക്കുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വലിയ പ്ലാൻ ബോക്സ് സെറ്റ് ചെയ്തിട്ട് അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നാച്ചുറൽ പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സീലിംഗിലായിട്ട് പ്രൊഫൈലായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ കൊടുത്തതാണെങ്കിലും പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇരിക്കാനായിട്ട് 2 വൈറ്റ് ചെയേഴ്സ് ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2500 രൂപയാണ് ഒരു ചെയറിന് വരുന്നത്. ബാക്കിലായിട്ട് തന്നെ എക്സ്റ്റീരിയറിനെ ഭംഗിയാക്കുന്ന തരത്തിൽ സിമ്പിൾ ആയിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. കോട്ടിയാടിന്റെ ഭാഗത്ത് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ ഒരു ജാലി ബ്ലോക്സ് ഡിസൈൻ ഇല്ലേ, അത് നമ്മൾ നമ്മുടെ സിറ്റ് ഔട്ടിലോട്ട് കയറി വരുമ്പോൾ ഈ ഭാഗത്ത് വോളിലായിട്ട് നീളത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദെൻ നമ്മൾ നമ്മുടെ മെയിൻ ഡോറിലോട്ട് വരാണെങ്കിൽ മഹാഗണിന്റെ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. തേക്കിന്റെ ഡിസൈനിലാണ് കേട്ടോ പെയിന്റിങ് വരുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് 4/4 വരുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റാൻഡേർഡിൽ വരുന്ന 2 ഹാൻഡിൽസും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോഴേ ഇവിടെ എത്തുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. തുറന്ന് കയറി വരുമ്പോൾ നേരെ കാണുന്ന വോൾ ഇതാണെങ്കിലും ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടീഷൻ വോളാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പുറത്തായിട്ട് നമ്മുടെ സ്റ്റെയറും ഡൈനിങ് ഏരിയ ഒക്കെ വരുന്നുണ്ട്. അതിനെ മൊത്തത്തിൽ മറച്ചോണ്ടല്ല കേട്ടോ, വിസിബിൾ ആയിട്ടുള്ള രീതിക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ വരുന്നത്. ലിവിംഗ് ഏരിയയിൽ തന്നെ ഈ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ഈ ഒരു പാസേജിലായിട്ട് നോക്കുകയാണെങ്കിൽ സീലിംഗിൽ ഒത്തിരി ഭംഗിയായിട്ടാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് കേട്ടോ വരുന്നത്. അതിനുള്ളിലായിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പുറത്തായിട്ടൊക്കെ ലൈറ്റ്സ് വന്നപ്പോൾ മൊത്തത്തിൽ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ദെൻ നമ്മൾ അവിടുന്ന് നമ്മുടെ ഈ ഒരു ലിവിംഗ് ഏരിയന്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഡബിൾ ഹൈറ്റിലാണ് ഇവിടെ സീലിംഗ് വരുന്നത്. സീലിംഗിലായിട്ട് ആ ഒരു സെയിം ഡിസൈൻ ആണെങ്കിലും മൊത്തത്തിൽ നമ്മൾ പെട്ടെന്ന് നോക്കുക ഈ ഒരു ഹാങ്ങിങ് ലൈറ്റിലോട്ടാണ് കേട്ടോ. നമ്മൾ ലിവിംഗ് ഏരിയയിലോട്ട് വരുമ്പോൾ ഈ ഒരു കോർണറിലായിട്ട് 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു സോഫയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 40,000 രൂപയാണ് ഈ ഒരു സോഫയ്ക്ക് ആയിട്ടുള്ളത്. ദെൻ നമ്മൾ മുന്നിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവേ കാണുന്ന ആ ഒരു ഡിസൈനിൽ നിന്നും കുറച്ച് മാറ്റം വരുത്തിക്കൊണ്ട് നല്ല അടിപൊളിയായിട്ടാണ് ടീ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 430x311 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ലിവിംഗ് ഏരിയ വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് വിൻഡോയിലായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ മൊത്തത്തിൽ ഷിയർ കർട്ടൻ കൊടുത്തത് കണ്ടില്ലേ, അതിനപ്പുറത്തേക്ക് ഗ്ലാസ് ആണ് കേട്ടോ വരുന്നത്.
ചെയ്തിട്ടുണ്ട്. അപ്പൊ സേഫ്റ്റി എന്നുള്ള നിലക്ക് ഇവിടെ ആയിട്ട് ജിയായിൽ റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്താണ് പുറത്ത് നമ്മൾ പ്ലാൻസ് കൊടുത്തതായിട്ട് കണ്ടില്ലേ, ആ ഒരു ഭാഗം കേട്ടോ. നമ്മുടെ TV യൂണിറ്റ് ഈ ഒരു ഭാഗത്തെ വോളിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ആ ഒരു ഷോവാളിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സിമെന്റ് ടെക്സ്റ്റർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. വോളിൽ സിമ്പിൾ ആയിട്ട് ഒരു വോൾ ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ടിവിന്റെ യൂണിറ്റിന്റെ അവിടെ താഴെയായിട്ട് നോക്കിയാൽ ഒരു ഡ്രോയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഹോളിലോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ എൻട്രൻസിലായിട്ട് ഇതുപോലെ പാനൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിൽ കണ്ട ആ ഒരു സെയിം മാർബിൾ തന്നെയാണ് കേട്ടോ മൊത്തത്തിൽ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ ഫീറ്റിന് ഏകദേശം 95 രൂപയാണ് വരുന്നത്. 640 333 സൈസിൽ അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് ഇവിടെ നമ്മുടെ ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ഹോളില് സ്റ്റെയറിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു സ്പേസിൽ തന്നെ സ്റ്റെയർ ഏരിയ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഹോളിൽ നമുക്ക് ഒത്തിരി കാണാൻ ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ സെറ്റിംഗ്സ് ഒക്കെ. നമ്മുടെ സ്റ്റെയറിന് താഴെയായിട്ട് ഇവിടെ 1 ഇഞ്ച് താഴ്ത്തിക്കൊണ്ട് തന്നെ ഒരു പാറ്റിയോ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വുഡൻ തീമിലാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു കോർണറിലായിട്ട് നോക്കിയാൽ 2 ചെയറും ഒരു കുഞ്ഞു ടീ ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഹോളിന്റെ പ്രത്യേകത പറയുകയാണെങ്കിലേ, നമ്മൾ കണ്ടല്ലോ നമ്മുടെ ഈ ഒരു സ്റ്റെയറിന്റെ ഭാഗം തന്നെ അത്യാവശ്യം ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ അവിടെ കണ്ട പാർട്ടീഷൻ സെയിം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഭാഗത്തു തന്നെ നമ്മുടെ കിച്ചണൊക്കെ വിസിബിൾ ആണ്. ദെൻ ഒത്തിരി വെന്റിലേഷൻ കിട്ടുന്ന രീതിക്കാണ് കേട്ടോ ഈ ഒരു ഹോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഉള്ളിലോട്ടൊക്കെ പ്രകാശം കിട്ടുന്ന രീതിയിൽ അവിടെ താഴെയും മുകളിലായിട്ട് മൊത്തത്തിൽ ഇതുപോലെ ഗ്ലാസ് കൊടുത്തിട്ടാണ് വരുന്നത്. അതവിടെ നിൽക്കട്ടെ കേട്ടോ. ഈ ഒരു വലിയ സ്പേസിൽ അത്യാവശ്യം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മുടെ ടേബിൾ ചെയ്തിട്ടുള്ളത്. ഏകദേശം 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് അറേഞ്ച്മെന്റ്സ്. ടേബിൾ ടോപ്പിലായിട്ട് ആർട്ടിഫിഷ്യൽ ടൈലാണ് കേട്ടോ വരുന്നത്. ഏകദേശം കുഷ്യൻ വരുന്ന ചെയർ ആണ്. നമ്മൾ അതിനെ പറ്റി പറയാൻ മറന്നു. എന്തായാലും ഏകദേശം 80,000 രൂപയാണ് കേട്ടോ ഈ ഒരു സെറ്റിനായിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഡൈനിങ്ങിന്റെ ഭാഗത്തും സീലിംഗിലായിട്ട് തന്നെ ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ വരുന്നത്. അവിടെ നോക്കുകയാണെങ്കിലും വളരെ മനോഹരമായിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. സീലിംഗിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട്. അതിലായിട്ട് വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു പാസേജില്ലേ ഇവിടെ ആയിട്ടും വുഡൻ തീമിൽ ഇതുപോലെ സീലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടോട്ടലി 4 ബെഡ്റൂം ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴെ 2 ബെഡ്റൂമും മുകളിലായിട്ട് 2 ബെഡ്റൂമും ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലിവിംഗ് സ്പേസിൽ കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ 1 ഇഞ്ച് താഴ്ത്തിക്കൊണ്ടാണ് നമ്മുടെ വാഷ് ബേസിന്റെ ആ ഒരു ഏരിയ സെപ്പറേറ്റ് ഒത്തിരി ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും പലരും പറയാറുണ്ട് ഹോളിൽ നമ്മൾ കാണുന്ന തരത്തിൽ വാഷ് ബേസിൻ കൊടുക്കണേനേക്കാളും കുറച്ച് ഹൈഡ് ആയിട്ട് കൊടുക്കുന്നതാണ് വൃത്തിന്ന്. അത് വളരെ നല്ല രീതിക്ക് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കിച്ചണും വരുന്നുണ്ട്. ഇവിടെ മൊത്തത്തിൽ നമ്മുടെ സീലിംഗ് ഉൾപ്പെടെ ഒത്തിരി ഭംഗിയാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു റൂമിന്റെ ഒക്കെ ഈ ഒരു ഭാഗല്ലേ ഈ പാസേജിലായിട്ട് കൂടി നല്ല ഭംഗിയായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടാതെ റൂമിന്റെയും അതുപോലെ കിച്ചണിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് വോൾ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ വാഷ് ഏരിയയിലോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടും 1 ഇഞ്ച് താഴ്ത്തി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞതാണ്. ഇവിടെയും കണ്ടോ വുഡൻ തീമിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ടൈല് കൊടുത്തിട്ടുള്ളത്. മാറ്റ് ആയിട്ടുള്ള ടൈലാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. വുഡൻ ലിവർ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനിലാണ് മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു മിറർ ആണ് കേട്ടോ. മുകളിലായിട്ടാണ് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് കളറിൽ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊതുവേ വൈറ്റും ബ്ലാക്കും ഒക്കെ ആണ് കാണാറ്. അതിൽ ഈ ഒരു കളർ ഇതിനോട് നല്ല മാച്ച് ആയിട്ടുണ്ട്. ദെൻ വൈറ്റ് ആണ് ഇവിടെ ടോപ്പ് വരുന്നത്. താഴെയായിട്ട് നോക്കിയാൽ ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വാഷ് ഏരിയ വരുന്ന കാര്യം ഞാൻ പറഞ്ഞു. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റഡി ഏരിയ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ നല്ലൊരു സൗകര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് ഇതേ നല്ല പാർട്ടീഷൻ പോലെ നമ്മുടെ വാഷ് ബേസിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒരു പാർട്ടീഷൻ പോലെ ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ തന്നെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടും നമുക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ താഴെയായിട്ടും ഇതേപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വെച്ച് വർക്ക് ചെയ്യാവുന്ന രീതിക്കും സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വാഷ് ബേസിന്റെ ഈ ഒരു ഭാഗമില്ലേ ഇവിടെ സീലിംഗിലായിട്ടും ഒത്തിരി ഭംഗിയായിട്ട് ഡിസൈനും ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാഷേരിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് ടോട്ടലി ഉള്ളിലോട്ട് പ്രകാശം കിട്ടുന്ന രീതിക്കാണ് ഇവിടെ ഈ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് നോക്കിയാലും അതേപോലെ തന്നെ താഴെയായിട്ടും ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. then സേഫ്റ്റി എന്നുള്ള നിലക്ക് തന്നെ ജിയായിൽ റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ വൈറ്റ് തീമിലാണ് കേട്ടോ. കർട്ടൻ ഉൾപ്പെടെ വൈറ്റിൽ ചെയ്തതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു കോർട്ട്യാർഡ് വരുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് കാണില്ലേ. നമ്മുടെ കോർട്ട്യാർഡ് സ്പേസിലോട്ട് വരുമ്പോൾ തികച്ചും നല്ലോണം എയർ പാസിംഗ് ഒക്കെ കിട്ടുന്ന
തരത്തിൽ അത്യാവശ്യം ഓപ്പൺ ആയിട്ടാണ് കേട്ടോ ഈ ഒരു സ്പേസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്റർലോക്കിങ്ങിന് യൂസ് ചെയ്ത സെയിം സ്റ്റോൺ തന്നെയാണ് കേട്ടോ ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കോർണറിലായിട്ടും ഒത്തിരി ഭംഗിയായിട്ട് തന്നെ പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു ബ്ലോക്സ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹാഫ് ആയിട്ടാണ് കേട്ടോ മോള് വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് എയർ പാസിംഗ് ഒക്കെ വരുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിന്നായിട്ട് ജിയായിൽ ഇതുപോലെ റൂഫിലോട്ടൊക്കെ റെയിലിംഗ് കൊടുത്തിട്ട് അതിലായിട്ട് ഇതുപോലെ റൂഫ് ഗ്ലാസ് ആണ് കേട്ടോ വരുന്നത്. ഈ വീട്ടിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, മൊത്തത്തിൽ ഒരുപാട് ഡിസൈനിങ് ഒന്നും കൊടുത്തിട്ട് ഭയങ്കര ആഡംബരാക്കിയിട്ടില്ല. വളരെ മിനിമൽ ആയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ലുക്കിലല്ലേ ഓരോ ഭാഗത്തും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വീടിന്റെ ഇത്രയും മനോഹരമായിട്ട് മൊത്തത്തിലുള്ള ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുള്ളത് വീടിന്റെ ഹൗസ് ഓണർ തന്നെയാണ് കേട്ടോ. കെൻസ ആർക്കിടെക്ചേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് ഒക്കെ നോക്കിയാലോ. ആദ്യത്തെ ബെഡ്റൂമിലോട്ട് വരികയാണെങ്കിൽ 450-380 സൈസിലാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്കിലാണ് കേട്ടോ ഡിസൈനിങ് ഒക്കെ വരുന്നത്. ഇവിടെ നടുക്കായിട്ട് തന്നെ കിങ് സൈസിൽ ബെഡ് കൊടുത്തിട്ടുണ്ട്. പ്ലൈവുഡിലാണ് കേട്ടോ ഈ ഒരു കട്ടില് ചെയ്തിട്ടുള്ളത്. ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്തൊക്കെ കുഷ്യൻ വരുന്ന ടൈപ്പാണ്. രണ്ട് വശത്തായിട്ട് രണ്ട് സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വോളിൽ നോക്കിയാൽ കോർണറിലായിട്ടാണ് കേട്ടോ നമ്മുടെ വിൻഡോ വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിലോ ഇവിടെ ആയിട്ട് ഫുൾ കർട്ടനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്ലാൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ ടോട്ടൽ കർട്ടൻ ചെയ്യാനായിട്ടുള്ളത്. കർട്ടൻ മാത്രമല്ല നമ്മുടെ ഈ ഒരു കുഷ്യന്റെ വർക്കൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ കൂടി ടോട്ടൽ ആയിട്ടുള്ളത് 60,000 രൂപയാണ്. ഈ ഒരു ഭാഗത്തെ ഡബിൾ കർട്ടൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡൈനിങ്ങിന്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ഷിയർ കർട്ടൻ മാത്രമായിട്ടാണ് കണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പ്രൈവസി എന്നുള്ള നിലയ്ക്ക് ഡബിൾ കർട്ടൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ഭാഗമൊക്കെ സെയിം നമ്മൾ ലിവിംഗിന്റെ ഭാഗത്ത് കണ്ട പോലെ തന്നെ ആട്ടാ. റൂമിൽ നമ്മുടെ സീലിംഗ് സിമ്പിൾ ആയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. ഈ കോർണറിനായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ഭാഗത്ത് രണ്ട് വശത്തായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും വോളിലായിട്ട് ഒരു വോൾ ലൈറ്റും ആണ് വരുന്നത്. നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് വോളിലായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് കൊടുത്തിട്ടാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. മൾട്ടി വുഡിലാണ് വരുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനും ആണ് കേട്ടോ. അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. റൂം മൊത്തത്തിൽ അടിപൊളിയായിട്ടാണ് കളർ കോമ്പിനേഷൻ ഒക്കെ വരുന്നത്. ഈ ഒരു സൈഡിൽ കുറച്ച് ഉള്ളിലോട്ടുള്ള രീതിക്കാണ് നമ്മുടെ മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. 230-168 സൈസിൽ അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് കേട്ടോ ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോൾ 450-332 സൈസിലാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതിൽ നിന്ന് എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടോ ഈ ഒരു ബെഡ്റൂമിന്റെ ഡിസൈനും ഈ ഒരു കളർ തീം ഒക്കെ വന്നിട്ട്. ഇവിടെ നടുക്കായിട്ടാണ് നമ്മുടെ കോട്ട് വന്നിട്ടുള്ളത്. ഹെഡ് ബോർഡ് ആ വോളിൽ ഫിക്സ്ഡ് ആണ് കേട്ടോ. ഇവിടെ ആയിട്ടും കുഷ്യൻ ഒക്കെ വരുന്നുണ്ട്. ദെൻ റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഈ വോള് മൊത്തത്തിലായിട്ട് രണ്ട് വശത്തും വാൾഡ്രോബും നടുക്കായിട്ട് തന്നെ നമ്മുടെ വിൻഡോന്റെ ഭാഗത്ത് ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കുഷ്യൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് വശത്തായിട്ട് നോക്കുകയാണെങ്കിലും സ്റ്റോറേജിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മുടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ മിറർ യൂണിറ്റിനായിട്ട് തന്നെ സെപ്പറേറ്റ് ഒരു ആർച്ച് ഡിസൈൻ ഒക്കെ കൊടുത്ത് ഉള്ളിലായിട്ട് ടെക്സ്ചർ ഡിസൈൻ ഒക്കെ വന്നപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയായില്ലേ. നല്ല സൗകര്യത്തിലാണ് കേട്ടോ ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. കയറി വരുന്ന ഭാഗത്തായിട്ട് തന്നെ വാഷ് ഏരിയന്റെ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നമ്മുടെ ഷവറിങ്ങും ക്ലോസറ്റും എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ സ്ത്രീകളുടെ മെയിൻ കലവറയായ കിച്ചൺ ഒന്ന് നോക്കില്ലേ. കിച്ചന്റെ ഡോർ സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഗ്ലാസിന്റെ ഡിസൈൻ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 755-330 സൈസിലാണ് ഇവിടെ വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ ഒരു കിച്ചൺ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ കാണുമ്പോൾ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു കളർ തീം വന്നിട്ടും ഒത്തിരി ഭംഗിയായിട്ട് ഒരു സ്റ്റാൻഡേർഡിനെ കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ കുറെ തവണ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞില്ലേ, കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ മൊത്തത്തിൽ ഒരുപാട് ആഡംബരാക്കാതെ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഇവിടെ ഒക്കെ ചെയ്തിട്ടുള്ളത്. നമ്മളെ ഡോർ തുറന്ന് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്റ്റോർ റൂം ഇവിടെ ചെയ്തിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ താഴെയും മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മൾട്ടി വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട്. നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയൂലേ, എല്ലാം നമുക്ക് ഇതിൽ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റ് ആയിട്ടിരിക്കും. ഇനി ഇവിടെ ആയിട്ട് നമ്മുടെ ഓവൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മുകളിലായിട്ടും അതേപോലെ തന്നെ താഴെ ആയിട്ടൊക്കെ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് നീളത്തിൽ ഒരു റാക്ക് വരുന്നുണ്ട് കേട്ടോ. ചില വീടുകളിൽ നമ്മൾ കാണും ഷോ കിച്ചൺ ഒക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ ഈ ഒരു റാക്കിലായിട്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെക്കുമ്പോൾ അവിടെ ഒരു വൃത്തികേട് ഫീൽ ചെയ്യാറുണ്ട്. ആ ഒരു പ്രശ്നം ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ നല്ല വെന്റിലേഷൻ കിട്ടുന്ന രീതിക്കായിട്ട് തന്നെ ഇതുപോലെ വിൻഡോസ് ചെയ്തിട്ടുണ്ട്, കർട്ടൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിച്ചന്റെ ഈ ഒരു ഭാഗമാണ് കേട്ടോ മെയിൻ ആയിട്ട് ഷോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അടിയിലായിട്ടും അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോറേജിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഓപ്പൺ ആയിട്ടും അതേപോലെ തന്നെ ഗ്ലാസ് ഡോർ കൊടുത്തിട്ടൊക്കെ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരാണെങ്കിൽ ഇവിടെയും ആ ഒരു സെയിം സ്റ്റോറേജ് വരുന്നുണ്ട്.
പിന്നെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ആ ഒരു ബ്യൂട്ടിഫുൾ പാർട്ടീഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഭാഗം കേട്ടോ. ഇവിടുന്ന് നമ്മുടെ കിച്ചൺ കാണാൻ ഒത്തിരി ഭംഗിയായിട്ടുണ്ട് അല്ലേ? പക്ഷെ നമ്മളിവിടെ പണിയെടുക്കുന്ന സമയത്ത് പുറത്തുനിന്ന് അറിയാത്ത ആളുകളൊക്കെ വന്നാലും നമുക്ക് കുറച്ച് പ്രൈവസി വേണ്ടേ? അതിനായിട്ട് തന്നെ ഒരു കർട്ടനും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ വർക്ക് ഏരിയ ആ ഒരു ഭാഗത്തുണ്ട്. അതിന് ജസ്റ്റ് ഒരു പാർട്ടീഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് കൂട്ടാം. ഇവിടെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. 2 ഹൈ ചെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു ഗ്യാസ് സ്റ്റൗവിന്റെ ഒക്കെ ആ ഒരു ഭാഗം വരുന്നത്. ഞാൻ അവിടുന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ കത്തിയിട്ടുണ്ടാവും. നമ്മൾ പൊതുവെ ഈ ഒരു ഷോ കിച്ചൺ ആണെങ്കിലും അവിടെ ആയിട്ട് തന്നെ ഗ്യാസ് സ്റ്റൗവും കാര്യമൊക്കെ കൊടുക്കും. മറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ ഇതിന് കൊടുത്തത് പ്രത്യേക ഒരു വൃത്തിയുണ്ട് കേട്ടോ. ഇത് എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇവിടെ ഹൈലാൻഡിന്റെ ചിമ്മിണി ഒക്കെ ആണ് കേട്ടോ വരുന്നത്. ഇവിടെ താഴെയായിട്ട് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ തന്നെ ഒത്തിരി സ്റ്റോറേജ് വരുന്നുണ്ട്. പ്ലേറ്റ് ട്രേ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമില്ലേ, നമ്മുടെ ബാത്റൂമിന്റെ ടൈൽസ് ആയിക്കോട്ടെ, നമ്മുടെ കിച്ചണിലെ ടൈൽസ് ആയിക്കോട്ടെ, മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ ഇവര് എടുത്തിട്ടുള്ളത് മാർബിൾ ലാൻഡിലാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ നേരെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ സീലിംഗിൽ ഇതുപോലെ ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ നമ്മൾ ഈ കിച്ചണിന്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിലും നമ്മുടെ ഈ ഒരു ക്യാബിൻസിനെയും എല്ലാം ഒന്ന് പ്രൊജക്ട് ചെയ്യുന്ന തരത്തിൽ അത്യാവശ്യം നല്ലൊരു ലൈറ്റ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമുക്കിനി നമ്മുടെ വർക്ക് ഏരിയന്റെ ഭാഗത്തോട്ട് വരാം. ഇവിടെ നമ്മുടെ ഈ ഒരു റാക്കില്ലേ, അതിന്റെ ഒരു എൻഡിലായിട്ടാണ് ഇവിടെ നമ്മുടെ സിങ്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ വരുന്ന സിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ പാത്രം സ്കാനിനുള്ള ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഇനി ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഉള്ളിലായിട്ട് ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാന്. തൊട്ടടുത്തായിട്ട് നമ്മുടെ ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് തന്നെ സെറ്റ് ചെയ്തിട്ട് അതിലായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത്. അതിന് മുകളിലായിട്ടും ഇവിടെ ആയിട്ടൊക്കെ ഇതേപോലെ സ്റ്റോറേജുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ വാഷിംഗ് മെഷീന്റെ യൂണിറ്റും സെപ്പറേറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുപ്പിനുള്ള ആ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. താഴെ നമുക്ക് വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ ഇതുപോലെ ഡോർ കൊടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങൾ നോക്കില്ലേ. അതിനായിട്ട് ആദ്യം നമ്മുടെ സ്റ്റെപ്പിലോട്ട് വരാണെങ്കിൽ ഓരോരോ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. മഹാഗണി വുഡിൽ തേക്കിന്റെ ഡിസൈൻ ആണ് വരുന്നത്. സെയിം നമ്മുടെ ഈ ഒരു ടോപ്പ് റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിലും വുഡൻ ആണ് വരുന്നത്. തേക്കിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പ്ലസ് സ്ക്വയർ ആഡ് ആണ് കേട്ടോ വരുന്നത്. വൈറ്റ് കളറിലാണ് പെയിന്റിങ്. അങ്ങനെ നമ്മൾ ഇവിടെ സ്റ്റെയർ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ചുറ്റുഭാഗത്തോട്ട് കാണാനും നല്ലൊരു വ്യൂ തന്നെ ഉണ്ട് കേട്ടോ. പ്ലസ് ഇവിടെ നമ്മൾ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ നമുക്ക് ഒന്നുകൂടെ എടുക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഈ മൊത്തത്തിലുള്ള ഡിസൈൻ ഒക്കെ നമുക്ക് താഴെ മുകളിലും ഒരുപോലെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ് ഇട്ടത്. നമ്മൾ ഈ ഒരു സ്റ്റെയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പൊതുവെ നമ്മൾ കാണാറുള്ളത് ഒരു ഭാഗത്തായിട്ട് ഹാൻഡ് റെയിൽ വരും, ഒരു ഭാഗത്തായിട്ട് വോളല്ല വരാറ്. ഇവിടെ ഈ 2 ഭാഗത്ത് ഈ ഒരു ഹാൻഡ് റെയിൽ കൊടുത്തപ്പോൾ ഇവിടുന്ന് ഇതൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് പാസേജ് ആണ് കേട്ടോ വരുന്നത്. ഇവിടെയും 2 ബെഡ്റൂംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടും ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടും വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ മുകളിലെത്തിയാലും ഒരു പ്രത്യേകത വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ലിവിംഗ് ഏരിയ ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ലിവിംഗിൽ നിന്നും മൊത്തത്തിൽ ഇവിടുന്ന് കാണാൻ പറ്റുന്ന തരത്തിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. പ്ലസ് നമ്മുടെ വാഷ് ബേസിന് ഈ ഒരു ഭാഗത്ത് നമ്മുടെ വാഷ് ഏരിയന്റെ ഭാഗത്തോട്ട് നോട്ടം കിട്ടും. മൊത്തത്തിൽ വിസിബിൾ ആയിട്ടുള്ള രീതിക്കാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു പാസേജിൽ ചുറ്റുഭാഗത്തായിട്ട് ഇതുപോലെ വുഡൻ ടൈപ്പിൽ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാൽക്കണീന്റെ ഭാഗം നമ്മൾ താഴ്ന്ന കോട്ടിയാടിന്റെ ഒരു ഏരിയ കണ്ടില്ലേ, ആ ഒരു സെയിം രീതിക്കാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇനി നമ്മുടെ 3ാമത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോൾ നമ്മുടെ താഴെ കണ്ട ഫസ്റ്റ് ബെഡ്റൂം ഇല്ലേ, ആ ഒരു സെയിം ഡിസൈൻ ഒക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. പക്ഷെ കളർ തീമിൽ ചേഞ്ച് വരുന്നുണ്ടേ. ഇവിടെ ആയിട്ട് നമ്മുടെ കോട്ട് വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് കുഷൻ വരുന്ന ടൈപ്പാണ്. 2 സൈഡിലായിട്ട് സൈഡ് ടാബിൾസ് കൊടുത്തിട്ടുണ്ട്. വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് തന്നെ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ദെൻ ഹാങ്ങിങ് ലൈറ്റ്സും കാര്യമൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഫുൾ കർട്ടൻ ആണ് വരുന്നത്. ഡബിൾ കർട്ടൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ താഴെ കണ്ടിരുന്നില്ലേ, ആ ഒരു സെയിം രീതിക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ വിൻഡോസ് വരുന്നതും അതേപോലെ തന്നെ ആ ഒരു സേഫ്റ്റി റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് ഒരു ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് നോക്കാം. സ്ലൈഡിംഗ് ഡോർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അൾജീരിയ വിൻഡോസ് ആണ് കേട്ടോ ഇവിടെ വരുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഫ്ലോറിലായിട്ടും ഇതേ സെയിം ടൈല് കൊടുത്തിട്ടുണ്ട് വുഡൻ ടൈപ്പില്. അതേപോലെ തന്നെ ഇവിടെ വോളിലായിട്ട് തന്നെ ഒരു സർക്കിൾ ഡിസൈനും വരുന്നുണ്ട്. എൻഡിലായിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് സ്റ്റോറേജിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് നല്ലൊരു അടിപൊളി കളറിലാണ് വാർഡ്രോബ് വരുന്നത്. സൈഡിലായിട്ട് തന്നെ ഇതുപോലെ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം. ഈ ബാത്റൂം വന്നിട്ടും നമ്മൾ താഴെ കണ്ട പോലെ തന്നെ നല്ല സൗകര്യത്തിൽ ചെയ്ത ബാത്റൂം ആണ്. അടിപൊളിയായിട്ടാണ് ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്.
ഇനി നമ്മൾ നമ്മുടെ 4ാമത്തെ ബെഡ്റൂമിലോട്ടാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ബെഡ്റൂമും ഏകദേശം ആ ഒരു സെയിം ഡിസൈനിലാണ് വരുന്നത്. ഇവിടെ ആയിട്ട് നമ്മുടെ കോട്ട് വരുന്നുണ്ട്, സൈഡിലായിട്ട് സൈഡ് ടാബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വിൻഡോ വരുന്നുണ്ട് കേട്ടോ. അതിനോട് ചേർന്ന് ഇവിടെ ആയിട്ട് തന്നെ ഇതുപോലെ ഒരു കുഞ്ഞു ബേ വിൻഡോ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിന് താഴെ ആയിട്ടൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വാർഡ്രോബ് വരുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് തന്നെ നമുക്ക് ഒരു വർക്കിംഗ് സെറ്റപ്പ് എന്നുള്ള നിലക്ക് ഒരു ടേബിളും ചെയറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഈ ഒരു സീലിംഗിന്റെ ഭാഗത്തായിട്ടും ഹാങ്ങിങ് ലൈറ്റ്സും വോൾ ലൈറ്റ്സ് ഒക്കെ കൊടുത്തതായിട്ട് കാണാവേ. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഒന്ന് നോക്കല്ലേ, പോകുമ്പെടുത്തതാ. ഏന്ന് റൂമിൽ നിന്ന് ബാൽക്കണി ഉണ്ട് പറഞ്ഞത്. അപ്പൊ ഏതാണ്, ആ റൂമിൽ നിന്നാണോ? അപ്പൊ ഫൈനലി നമുക്ക് നമ്മുടെ ബാൽക്കണി ഒന്ന് നോക്കല്ലേ. നമ്മൾ സെയിം റൂമിൽ കണ്ട പോലെ തന്നെ സേഫ്റ്റി ഡോറും സ്ലൈഡിംഗ് ഡോറും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നാലും ആ ഒരു സെയിം ഡിസൈനാണ്, വുഡൻ ടൈപ്പ് ടൈല്, റെയിലിംഗ്, അതേപോലെ തന്നെ ഒരു സർക്കിൾ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് നമുക്ക് മെയിൻ ആയിട്ട് നോട്ടം കിട്ടുന്ന ഒരു ഭാഗമാട്ടോ നമ്മുടെ ഈ ഒരു കോർട്ട്യാർഡിന്റെ ഏരിയ. അതേപോലെ തന്നെ പുറത്തേക്കും നല്ല ഭംഗിയുണ്ട് ഈ കോമ്പൗണ്ട് വോളൊക്കെ കാണാനായിട്ട്. വീടിന്റെ എക്സ്റ്റീരിയറിൽ അത്യാവശ്യം ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നൈറ്റ് വ്യൂ വന്നിട്ടും അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇത്ര ഉണ്ട് കേട്ടോ ഈ വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടാവുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം, ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ മനോഹരമായ വീടിന്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യാതൊരു പേയ്മെന്റും കാര്യമൊന്നും ഇല്ലാതെ ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. മറ്റൊരു വീഡിയോ കാണാം. ബൈ.